ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സാരി കളക്ഷനാണ്. പല വെറൈറ്റിയിലുള്ള സാരികളുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ വീഡിയോ ലെങ്തി ആയിരിക്കും. നിങ്ങൾ ക്ഷമയോടുകൂടി ഫുള്ളും കാണണമെന്ന് കാണും. ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് കാഞ്ചീപുരം സിൽക്കാണ്. ഇത് മജന്ത കളറാണ്. ഫ്ലവർ ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഫ്ലവറും സ്ട്രിപ്സും ഉണ്ട്. മുന്താണി ബോർഡർ വന്നിട്ട് മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. നല്ല സോഫ്റ്റ് സാരിയാണ് ഇത്. ഉടുത്താലും നല്ല ഒതുങ്ങിയിരിക്കും. ബോർഡർ ഈ ടൈപ്പ് ബോർഡറാണ്. നല്ല ഭംഗിയാണ് ഇത് ഉടുത്ത് വരുമ്പോൾ. നല്ല നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നമുക്ക് ഉടുത്തെടുക്കാവുന്നതാണ്. നല്ല ഒതുങ്ങിയിരിക്കും. പ്ലേറ്റ് എല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. നല്ല സാരിയാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് മജന്ത പ്ലെയിൻ മജന്ത കളറാണ്. കയ്യിലെ സ്ലീവിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാണ്. നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ. അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇത് സിൽക്ക് സാരിയാണ്. ബോർഡർ വന്നിട്ട് ഇതിൽ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. നേവി ബ്ലൂ ആണ്. ഗോൾഡൻ കോട്ടും ഉണ്ട്. സൈഡിൽ വന്നിട്ട് ലീഫിൻ്റെ മോഡലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതും നല്ല സോഫ്റ്റ് സാരിയാണ്. സോഫ്റ്റ് സിൽക്കാണ്. ഇതും ഉടുക്കാൻ നല്ല രസമാണ്. ഇത് ഒതുങ്ങി കിടക്കും. നല്ല നല്ല വണ്ണമുള്ളവർക്കൊക്കെ ഇത് നല്ല ഉടുക്കാൻ നന്നായിരിക്കും. നല്ല ഒതുങ്ങി ഇരിക്കുന്നതാണ് ഈ സാരി. ഈ സാരി വന്നിട്ട് ചില്ലി റെഡാണ്. ഇത് പ്ലെയിൻ സാരിയാണ്. നല്ല പട്ടിൻ്റെ തുണിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഗോൾഡൻ ത്രെഡ് വർക്കിൽ ഗോൾഡൻ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതൊരു മാങ്ങ ടൈപ്പ് ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതും ഉടുക്കാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് മുന്താണിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ കളർ ടൈപ്പാണ്. ഇത് ഈ കളറും കയ്യിലെ ബോർഡർ ഇതുമാണ്. ഇതും ഉടുത്താൽ നല്ലതായിരിക്കും. ഇതും ബോഡിക്ക് ഷേപ്പായിരിക്കും. നല്ല ഭംഗിയാണ്. ഇത് ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതും കൊടുത്താൽ നന്നായിരിക്കും. ബ്ലൗസ് വന്നിട്ട് ഈ കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് ബാഹുബലി സാരി. ബാഹുബലി സിനിമയിൽ അനുഷ്ക ഉടുത്തിരുന്ന അതേപോലത്തെ ഉള്ള സാരിയാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇത് പീക്കോക്ക് കളറാണ്. പീക്കോക്ക് ഗ്രീനാണ്. സൈഡ് ബോർഡർ നല്ല വൈഡായിട്ടുള്ള ബോർഡറാണ്. ഡിസൈൻ വന്നിട്ട് ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ വന്നിട്ട് താമരപ്പൂ പീക്കോക്കിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതെല്ലാം ചെറിയ ചെറിയ പീക്കോക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഈ വയലറ്റ് കളറാണ്. ഫുള്ള് ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിലും പീക്കോക്കും ഫ്ലവറിൻ്റെ ഡിസൈനുണ്ട്. പീക്കോക്ക് ഡിസൈനും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ വയലറ്റ് ബ്ലൗസാണ്. സ്ലീവ് വന്നിട്ട് ഇത് നല്ല വൈഡായിട്ടുള്ള സ്ലീവാണ്. ഇത് 3/4 തയ്ച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഈ സാരി ഇത് ജൂട്ട് സാരിയാണ്. ബോർഡർ വന്നിട്ട്
ഈ ഗ്രീൻ കളറാണ്, ലൈറ്റ് ഗ്രീനാണ്. മുന്താണി വന്നിട്ട് ഈ സ്ട്രിപ്സ് മോഡലാണ് മുന്താണി വന്നിട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് ഈ കളറാണ്. നല്ല ഭംഗിയാണ്. ഇത് കൊടുത്താലും നല്ല പ്ലീറ്റൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് പ്ലീറ്റൊക്കെ കിട്ടും. ഇത് നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത്. കൊടുത്താൽ എനിക്ക് നല്ല ശരീരത്തിന് ഒതുങ്ങിയിരിക്കും. നല്ല ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് ഇത് കാശ്മീരി സിൽക്ക് സാരിയാണ്. ഈ സാരി ഞാൻ ഉടുത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോയിൽ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാം കയറി കാണണം. കാണാത്തവരുണ്ടെങ്കിൽ ഈ സാരി മെറൂൺ കളറാണ്. ബോർഡർ വന്നിട്ട് ഗ്രീനും ഗോൾഡൻ ഡിസൈനോടെയാണ് ചെയ്തേക്കുന്നത്. താഴെ ബോർഡർ വന്നിട്ട് ഇതൊരു പീകോക്കിൻ്റെ ഡിസൈന് ഗോൾഡൻ കളറിൽ ചെയ്തിട്ടുണ്ട്. ബോർഡർ നല്ല വൈഡ് ബോർഡറാണ്. ബ്ലൗസ് വന്നിട്ട് ഞാൻ ഗ്രീൻ കളർ ബ്ലൗസാണ് എടുത്തത്. ഇതിൽ നിന്നല്ല എടുത്തത്, ഞാനത് വേറെ ബ്ലൗസ് എടുത്തു തച്ചു 3/4 ആയിട്ടാണ് തച്ചത്. നല്ല ഭംഗിയുണ്ട്. ഈ സാരി വന്നിട്ട് നെറ്റ് ടൈപ്പ് സാരിയാണ്. അതിൽ ഗോൾഡൻ വർക്ക് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് പിന്നെ സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പല ഡിസൈനുകളിലും ഫ്ലവർ ഡിസൈനുണ്ട്. പിന്നെ സൈഡ് ബോർഡർ ഗോൾഡനും ബ്ലൂ വെൽവെറ്റാണ്, വെൽവെറ്റ് ബ്ലൂ ആണ് ഇതിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ത്രെഡ് വർക്ക് നല്ല ഫ്ലവർ ടൈപ്പിലിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം സ്റ്റോൺ വർക്കാണ്. ഇത് വന്നിട്ട് ഒരു 3000 രൂപയ്ക്ക് അടുപ്പിച്ച് വില വരും. ഇത് ആപ്സാരി മോഡൽ ടൈപ്പാണ്. ഇതിൽ മാങ്ങ ടൈപ്പ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റോൺ വർക്കുണ്ട്. മുന്താണി ഇത് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ കളറാണ്. ഈ കളറാണ് ഗോൾഡൻ കളറ്. ഗോൾഡനും വൈറ്റും ആയിട്ടുള്ള ഒരു കളറാണ്. പ്ലെയിൻ ബ്ലൗസാണ്. കയ്യിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ്. ഞാനിത് ആറ്റിങ്ങലിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സാരി വന്നിട്ട് ഗ്രീൻ ലൈറ്റ് ഗ്രീനാണ്. ഇതിൽ ചെണ്ട ടൈപ്പിലുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോർഡർ വന്നിട്ട് ഈ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. വീണ ടൈപ്പിലുള്ള ബോർഡർ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇത് ഞാനൊരു യാത്ര പോയപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന കണ്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഡിസൈനാണ്. വീണയുടെ ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ സാരി വന്നിട്ട് വെൽവെറ്റ് മോഡലാണ്. വെൽവെറ്റും ബ്രൂഷോ ടൈപ്പാണ്. ഇത് ബോഡി പാർട്ടിൻ്റെ ഇവിടെ താഴ്ഭാഗം വന്നിട്ട് ഇതാണ്. ഇത് നെറ്റിൽ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഗോൾഡൻ ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം സ്റ്റോൺ വർക്കാണ്. ബോർഡർ വന്നിട്ടും ഈ ഡിസൈനാണ്. ചെറിയ ഫ്ലവറും ലീഫും ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആഫ്സാരി മോഡൽ ടൈപ്പാണ്. ഇത് വെൽവെറ്റ്. ഇവിടെ മുന്താണിയൊക്കെ വരുമ്പോൾ വെൽവെറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഡിസൈനാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്. 8000 രൂപയ്ക്ക് അടുപ്പിച്ച് വിലയുണ്ട്. ഇതൊരു പട്ട് സാരിയാണ്. ഇതിന് വന്നിട്ട് ബോർഡർ വന്നിട്ട് മെറൂൺ കളറാണ്. ഗോൾഡൻ ഡിസൈനോട് ഇതിൽ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറാണ്. ബോർഡർ മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇത് നല്ല വിലയുള്ള സാരിയാണ്.
ഇത് നല്ല സ്ലിമ്മായിട്ടുള്ളവർക്കൊക്കെ ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ മെറൂൺ കളറാണ്. ഇതിൽ സ്റ്റോൺ വർക്കൊന്നുമില്ല. ഇത് നല്ല ഒരു ടൈപ്പ് പട്ടിച്ചല്ല. ഈ സാരി ടിഷ്യൂ ടൈപ്പ് സാരിയാണ്. ഇത് സാരിയല്ല, ഇത് നേരിയതും മുണ്ടുമാണ്. ഇതിൽ വന്നിട്ട് കൃഷ്ണൻ കാലിലെ കണ്ണൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കസവ് സൈഡിൽ ബോർഡർ കസവായിട്ട് വരും. ഇത് ബോഡി പാർട്ടായിട്ട് വരും. ഇത് ടിഷ്യൂ ടൈപ്പാണ് സാരി. ഈ സാരി വന്നിട്ട് ക്രീം കളറാണ്. ക്രീം കളർ സ്റ്റോൺ വർക്കാണ്. സൈഡ് ബോർഡർ വന്നിട്ട് മജന്തയും ക്രീമും ഗോൾഡൻ കളറുമായിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ബോർഡറാണ്. മുന്താണി വന്നിട്ട് ബീഡ്സ് വർക്കാണ്. നല്ല ബീഡ്സും സ്റ്റോണും വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഫ്ലവർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ ആ ഡിസൈൻ തന്നെ അന്വേഷിച്ച് നടക്കും. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാൻ ഇത് സെലക്ട് ചെയ്തതാണ്. ഇത് എനിക്ക് എൻ്റെ ഫേവറേറ്റുകളിൽ ഒന്നാണ്. ഈ സാരി വന്നിട്ട് നേരിയ സാരിയാണ്. ഇതിൽ എൻ്റെ മകള് ഡിസൈൻ ചെയ്തതാണ്. ഫാബ്രിക് പെയിൻറ്റിൽ ഗണപതിയുടെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ സൈഡിലും ഈ ഗ്രീൻ കളറും ഫാബ്രിക് പെയിൻറ്റും ചെയ്തതാണ്. ഇത് വൈറ്റ് ആയിരുന്നു, അത് ഗ്രീനാക്കി. ഇത് ഞാൻ 400 രൂപയ്ക്ക് വാങ്ങിച്ച സാരിയാണ്. ഈ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര മാറുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇത് നല്ല ഭംഗിയാണ്. ഈ ഡിസൈൻ നമ്മളെ ഈ ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ തന്നെ വരും. ഈ ഷോൾഡറിൻ്റെ ഇവിടെ തന്നെ വരും. നല്ല ഭംഗിയാണ്. ഇത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നല്ല ഇതിൻ്റെ വില അങ്ങ് മാറിപ്പോയി. ഇത് 1000-ന് വെളിയിൽ പോകും ഇതിൻ്റെ റേറ്റ്. ഇതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വരയ്ക്കാനൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാം. ഈ സാരി തന്നെ അങ്ങ് മാറിപ്പോയി. എൻ്റെ സാരി കുറച്ചാളെ കൊടുത്തതിന് ശേഷമാണ് ഈ ഡിസൈൻ ചെയ്തത്. അപ്പോൾ വീണ്ടും പുതിയ സാരി പോലെ ആയി. ഈ സാരി വന്നിട്ട് സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. സൈഡിൽ സ്റ്റോൺ വർക്കാണ്. ചെറിയ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ആപ്പിൾ ടൈപ്പിലുള്ള ഡിസൈനാണ്. ആപ്പിൾ ടൈപ്പിലുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ്ങും ഉണ്ട്. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി പോലെ വേറൊരു ടൈപ്പാണ്. ഞാനിങ്ങനെ ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ചുരിദാറൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് സാരി മാക്സിമം എനിക്ക് ഇഷ്ടപ്പെടുന്ന സാരികളൊക്കെ ഞാൻ സെലക്ട് ചെയ്യാം. ഇത് ചുങ്കുടി ടൈപ്പ് സാരിയാണ്. പിന്നെ മെറൂണും നേവി ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ്. ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ സാരി വന്നിട്ട് യെല്ലോ അല്ല, മഞ്ഞളിന്റെ കളറിന്റെ സാരിയാണ്. ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഡിസൈനാണ്. ചെറിയ ബ്രൗണും അല്ല, ഇത് ഈ കളറും പിന്നെ സിൽവർ കളറും ഗോൾഡൻ കളറും എല്ലാം കൂടെ മിക്സാണ്. മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇത് നേരിയതിൻ്റെ ബോർഡർ പോലെയുള്ള ഒരു ടൈപ്പാണ്. മജന്തയും പിന്നെ സിൽവറും ഗോൾഡനും എല്ലാം കൂടെ മിക്സായ സാരിയാണ്. ഈ സാരി പിന്നെ കോട്ടൺ മിക്സ് സിൽക്കാണ്. ഈ സാരി വന്നിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാരിയാണ്. എൻ്റെ കല്യാണ സാരിയാണ്. നിങ്ങളെല്ലാം എൻ്റെ വെഡിങ് ആനിവേഴ്സറിയിൽ ഇത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇടുന്നതാണ്. ഈ സാരി സിൽവറാണ് ബോർഡർ ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ടൈപ്പാണ്. ഇത് മാങ്ങ ടൈപ്പാണ്. മുന്താണി ഫ്ലവറും മാങ്ങ ടൈപ്പാണ്. നല്ല ഗ്രീൻ കളറാണ്.
ഡാർക്ക് ഗ്രീൻ. നല്ല ഇതാണ്. ഇത് ഇത്രയും വർഷമായിട്ട് 30 വർഷമായിട്ട് തന്നെ ഇതിനൊരു കുഴപ്പമില്ല. ഇന്നത്തെ സാരികൾ കുറച്ച് ഉടുക്കുമ്പോൾ തന്നെ അത് ചീത്തായി പോകുന്നതാണ്. ഇത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ അന്നത് കുറച്ച് വില കൊടുത്ത് വാങ്ങിക്കണം. ഇന്ന് ഇതിൻ്റെ റേറ്റ് എന്തായിരിക്കും? നല്ല അന്നത്തെ തുണിയുടെ ഇതാണ്. എത്ര നല്ല തുണിയാണ്. ഇന്നാണെങ്കിൽ കുറച്ച് നാൾ കൊടുക്കുമ്പോൾ അത് തീരും ആ സാരി. ഈ സാരി വന്നിട്ട് പീക്കോക്ക് കളർ സാരിയാണ്. സിൽക്ക് ടൈപ്പാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാണ് ഫ്ലവർ ടൈപ്പ്. ഫ്ലവർ ലീഫ് ഒരു ചെടിയുടെ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ വർക്കും ഉണ്ട്. ഇത് മൊത്തം ഫ്ലവറാണ്. ബോഡി പാർട്ടില്ല, താഴ്ഭാഗത്തൊന്നും ഇല്ല. ഇവിടെ മുന്താണിയിൽ മാത്രമേ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു 1000 രൂപയ്ക്കകത്ത് ഉള്ളൂ. പക്ഷേ ഭംഗിയുണ്ട് നല്ല. ഇതിന് ബ്ലൗസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വൈലറ്റാ ബ്ലൂവാ ഒക്കെ നല്ല ബ്ലൗസ് എടുത്താൽ നല്ല ഭംഗിയായി. ഈ സാരി വന്നിട്ട് കോട്ടൺ മിക്സ് സിൽക്കാണ്. ഇത് മൊത്തം ത്രെഡ് വർക്കാണ്. ഫ്ലവർ ടൈപ്പ് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇങ്ങനെ ഡയമണ്ട് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു 1200 ഒക്കെ ഇതിൻ്റെ റേറ്റ് വരും. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സൈഡ് ഈ ബോർഡറാണ്. ഇതൊരു പട്ട് സാരിയാണ്. ഇതിന് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്റ്റോൺ വർക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇത് കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇതിൻ്റെ സൈഡ് ഈ ടൈപ്പിന് നമ്മൾ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. കുറേ ത്രെഡ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കെട്ടി ഇടണം. അപ്പം നല്ല ഭംഗിയായിരിക്കും. നൂല് ഇളകിയില്ല, നല്ല ഭംഗിയായിരിക്കും. ഇത് സ്റ്റോൺ വർക്കാണ്. ഇത് ഒരു ടൈപ്പ് ഫ്ലവറാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ചെറിയ കട്ടകൾ പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ നീലയാണ്. ഈ നീല ആണ്, പ്ലെയിനാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് നേരിയത് സാരി, നേരിയത് മുണ്ടുമാണ്. ഇത് വന്നിട്ട് റെഡ് കളറ് ലൈനുള്ള സാരിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഈ ടൈപ്പാണ്. ഇതും ഞാൻ ഒരു ഊഞ്ഞാലിരുന്ന് ആടുന്ന ഒരു ഫോട്ടോയിൽ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നേരിയത് മുണ്ടാണ്. ഇത് സിൽവർ ടൈപ്പാണ്. നേരിയ മുണ്ട്. ബോർഡറിൽ പീക്കോക്കിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബോർഡറിൽ പീക്കോക്കിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് സിൽവർ ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഈ സാരി വന്നിട്ട് ബ്രൂഷോ ടൈപ്പ് സാരിയാണ്. റെഡ് കളറ്. ഇതിൽ വെൽവെറ്റ് ആണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ലീഫിൻ്റെ ഒരു ചെടി പോലെയൊക്കെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൽ ഈ സ്പോട്ടുകൾ ഗോൾഡൻ സ്പോട്ട് കാണിക്കുന്നത് ഗ്ലിറ്ററാണ്. ഇത് സ്റ്റോണല്ല. സൈഡ് വന്നിട്ട് ഇത് റെഡ് കളറാണ്. ഇതിവിടെ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബ്ലൗസ് വന്നിട്ട് ഇതാണ്. ഈ ബ്രൂഷോ ടൈപ്പാണ് ബ്ലൗസ്. റെഡ് കളറാണ്. ഇത് 1000 സംതിങ്. ഇത് ബ്ലൂ കളർ സാരിയാണ്. ഇതിൽ സ്ട്രിപ്സ് നിറച്ച് സ്ട്രിപ്സാണ്. പിന്നെ സൈഡ് ബോർഡർ വന്നിട്ട് കലങ്കാരിയാണ് ഇതിൽ പിച്ച് ചെയ്തേക്കുന്നത്. ബ്ലൗസ് വന്നിട്ടും ഈ ടൈപ്പാണ്. മാങ്ങ ടൈപ്പും ഗ്രീനും മെറൂണും സൈഡിൽ ഒരു ബോർഡർ പോലെ വച്ചിട്ടുണ്ട്. കലങ്കാരി ആണ് ബ്ലൗസായിട്ട് വന്നിട്ടുണ്ട്.
ഈ സാരി വന്നിട്ട് ബ്ലൂ കളർ സാരിയാണ്, ഷിഫോൺ സാരിയാണ്. ഇത് ഞാൻ 300 രൂപയ്ക്ക് വാങ്ങിച്ച സാരിയാണ്. ഇതെൻ്റെ ഞാനും എൻ്റെ മോളും കൂടെ ഡിസൈൻ ചെയ്തതാണ്. ഇത് മൊത്തം ഗിൽറ്റർ വർക്കാണ്. നമ്മൾ ഗിൽറ്ററിൻ്റെ സ്പോട്ടുകളുടെയും സൈഡിലെ ഗിൽറ്ററും ഈ ഇതിൻ്റെ സീക്വൻസ് വെച്ച് ഞങ്ങൾ പിടിപ്പിച്ച് ഗിൽറ്ററായിട്ട് ഡിസൈൻ വരച്ചതിന് ശേഷം ഇടയ്ക്ക് സ്റ്റോണും സൈഡിൽ സീക്വൻസ് വെച്ച് സ്റ്റോണും സീക്വൻസുമായിട്ട് നമ്മൾ കൊടുത്തത് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഡിസൈന് വരത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈന് വരത്തക്ക രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഡിസൈനെല്ലാം ചെയ്ത് വരുമ്പോൾ ഇതിന് എത്ര രൂപ റേറ്റ് ആവുമെന്ന് നിങ്ങളൊന്ന് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ സാരി വന്നിട്ട് ബ്ലൂ കളർ, നേവി ബ്ലൂ കളർ സാരിയാണ്. ഇത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത സാരിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് സിൽവറിൻ്റെ മോഡൽ, സിൽവറിൽ ഡിസൈൻ ചെയ്തേക്കാണ്. ഇത് മാങ്ങ ടൈപ്പിലുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ബോർഡർ വന്നിട്ട് സിൽവറും ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു റൗണ്ടിനുള്ള ഒരു ഇതാണ്. ഇതിൽ വെച്ച് തച്ചൊക്കെയാണ്, ഇതിൽ ഫിക്സ് ചെയ്ത് തച്ച് വെച്ചൊക്കെയാണ്. ഇതിൻ്റെ പുതിയ സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ കളറാണ്. ബ്ലൗസ് വന്നിട്ട് ഈ കളർ. സാരി വന്നിട്ട് ടിഷ്യൂ ടൈപ്പ് സാരിയാണ്. ഇത് മൊത്തം പീക്കോക്കിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കെല്ലാം ഫ്ലവറിൻ്റെ ഡിസൈനും പീക്കോക്കിൻ്റെ പീലിക്കകത്ത് ഗ്ലാസ് ഫിക്സ് ചെയ്തുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഫുൾ പീക്കോക്കാണ്. ബോർഡർ നേരിയതിൻ്റെ ഈ ബോർഡറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഓണത്തിൽ വാങ്ങിച്ചതാണ്. ഇത് 1200 ഇതിൻ്റെ റേറ്റ് വരും. ടിഷ്യൂവിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സാരി തുണിയുടെ ഇതൊക്കെയാണ്. ഇത് പോളിസ്റ്റർ സാരിയാണ്. ഇത് ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ബോർഡർ ഗോൾഡൻ വർക്കാണ്. ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഗ്രീൻ ഡിസൈനൊന്നുമില്ല, ഗ്രീനും ഈ ബോർഡർ കയ്യിലും ആണ് വന്നിട്ടുള്ളത്. ഇതൊരു 600 രൂപയ്ക്കകത്തേ ഉള്ളു. പോളിസ്റ്റർ സാരിയാണ്. ഇത് ഓൺലൈനായിട്ട് വരുത്തിയ സാരിയാണ്. ഇതിൻ്റെ തുണി വന്നിട്ട് സിൽക്കാണ്, കോട്ടൺ മിക്സ്. 4 കളറിലോട്ടുള്ള സാരിയാണ്. ആദ്യം വയലറ്റ്, പിന്നെ പച്ച, ഓറഞ്ച്, മഞ്ഞ. മുന്താണി വന്നിട്ട് എനിക്ക് മുന്താണി കുറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച വരച്ച് ഇതിൽ ചേർത്ത് അടിച്ചതാണ്. ഇതെല്ലാം ഞാൻ ഇതിൽ മിക്സ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റിന് മുന്താണി വന്ന് പീക്കോക്കിൻ്റെ പീലിയാണ് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് മുന്താണി കുറഞ്ഞു വന്നു. അങ്ങനെയാണ് ഞാൻ അത് വെച്ച് ചേർത്തത്. ഇത് പിൻ ചെയ്യാതെ ഇടുന്നതാണ് നല്ല ഭംഗി. ഇത് സിൽക്ക് മിക്സ് കോട്ടനാണ്. കടപ്പുര ഓൺലൈനിൽ വരുത്തിയ സാരിയാണ്. എന്നിട്ട് പോളിസ്റ്റർ പട്ട് സാരിയാണ്. ഇത് മുന്താണിയാണ്. മുന്താണി ഗോൾഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ ടൈപ്പിൽ മുന്താണിയാണ്. ബാക്കിയെല്ലാം പ്ലെയിനാണ്. ബോർഡർ വന്നിട്ട് പച്ചയും മഞ്ഞയും ഗോൾഡൻ കളറായിട്ട് മിക്സ് ആയിട്ടുള്ള ബോർഡറാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പച്ച ഇട്ടാൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഈ സാരിയിലുള്ള ബ്ലൗസ് എന്ന് വെച്ചാൽ ഈ ബ്ലൂവും ഈ ബോർഡറുമായിട്ടുള്ള ബ്ലൗസാണ്. ഈ പച്ച കളർ ബ്ലൗസ് എടുത്താൽ ഇത് നല്ല ഭംഗിയായിരിക്കും. ഈ ബോർഡർ വച്ചടിക്കണം. അങ്ങനെയാണ് ചെയ്തത്. ഈ സാരി വന്നിട്ട് ഞാൻ സീരിയലിൽ കണ്ട് വാങ്ങിച്ച സാരിയാണ്. സീരിയലിൽ
അമ്പാടി സീരിയലിലൊക്കെ കൊടുത്തേക്കുന്നു ഈ സാരി. അങ്ങനെ ഞാൻ രാമേന്ദ്രയിൽ പോയാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് വേറെ കളറാണ്, കിളിയുടെ ഡിസൈനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല കംഫർട്ടബിളാണ് ഇരിക്കാൻ. ഈ സാരി വന്നിട്ട് ഷിഫോൺ സാരിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല കട്ടിയായിട്ടുള്ള പിന്നെ ഗോൾഡൻ കളറാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഷിഫോണാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളത്. മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഈ ഷിഫോൺ ഈ പച്ചയും ഇതുമാണ്. പക്ഷെ ഞാൻ ഇതിൽ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ്, ഈ പച്ച ബ്രൊക്കേഡിൻ്റെ ബ്ലൗസാണ്. ഗോൾഡ് കളറിലുള്ള ഗോൾഡൻ കളറ് ഈ പച്ചയും മിക്സ് ആയ ബ്രൊക്കേഡ് ബ്ലൗസ് ഇട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമുണ്ട്. ഷിഫോൺ ടൈപ്പ് സാരിയാണ്. ഇതിൽ മൊത്തം ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് ഇട്ടിട്ടുണ്ട്. സൈഡിൽ സീക്വൻസ് ഉള്ള പച്ച തുണിയിൽ സീക്വൻസ് ഡിസൈൻ ചെയ്തൊക്കെയാണ്. സീക്വൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് സീക്വൻസ് ഉണ്ട്. ഫ്ലവർ ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുന്താണി വന്നിട്ട് സൈഡിൽ ഇങ്ങനെ. എനിക്ക് ഇപ്പം പ്രായമൊക്കെ ആയി വന്നപ്പോൾ സീക്വൻസ് സാരിയൊക്കെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇതൊന്നും ഇപ്പം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല രസമായിരിക്കും. ഇത് സീക്വൻസിൻ്റെ സാരി ഭയങ്കര തിളക്കമുള്ള സാരിയാണ്. രാത്രിയുടെ പാർട്ടിയിലൊക്കെ കൊടുക്കാൻ നല്ല രസമാണ്. സിൽക്ക് മിക്സ് കോട്ടനാണ്. ഇത് ഡിസൈൻ ഒന്നുമില്ല, ബോർഡർ മാത്രമേ ഉള്ളൂ. ബോർഡറിൽ മജന്തയിൽ ഗോൾഡൻ വർക്ക് ചെയ്തിരിക്കുകയാണ്. മുന്താണി വന്നിട്ട് ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ഇതിലെ ഡിസൈൻ നേരിയ സാരിയിലെ ഡിസൈൻ പോലെ ഗോൾഡനിൽ ഡിസൈൻ ചെയ്തൊക്കെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ നേവി ബ്ലൂ ആണ്. ഇത് ബ്ലൂ എന്ന് പറയുമ്പോൾ നേവി ബ്ലൂ ഇതാണ് ബോർഡറായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ മജന്ത കളർ ബ്ലൗസ് എടുത്തിട്ട് ഇതിൻ്റെ ഇത് ഡിസൈൻ വെച്ച് തയ്ച്ചിരിക്കുകയാണ്. 3/4 ആയിട്ടാണ് തയ്ച്ചപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട്. ഈ സാരി വന്നിട്ട് ഷിഫോൺ സാരിയാണ്. ഇതിൻ്റെ ബോർഡറിൽ ഈ ഫ്ലവറിൻ്റെ ഡിസൈനുകൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട്, മുന്താണിയല്ല ബോർഡർ വന്നിട്ട് ഗോൾഡൻ്റെ ഇത് വച്ച് തച്ചൊക്കെയാണ്. സൈഡിൽ ബീഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ മഞ്ഞ കളറിലെ ബ്ലൗസാണ്. ഇത് നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇത് കൊടുത്താൽ നല്ല ബോഡി ഷേപ്പായിരിക്കും. ഈ സാരി വന്നിട്ട് ഇത് വയലറ്റ് സാരിയാണ്. ബോർഡറിൽ ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ അകത്തെല്ലാം ഒരു ടൈപ്പ് ഡിസൈൻ ഗോൾഡൻ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഈ ടൈപ്പാണ്. ഇതാണ് മുന്താണി. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് വയലറ്റ് ഇതാണ്. ഇത് നല്ല ചേരും. സാരി വന്നിട്ട് ഇത് പുതിയ സാരിയാണ്, ഞാൻ എടുത്തില്ല. ഈ സാരി വന്നിട്ട് ഇത് റെഡ് കളർ സാരിയാണ്. ഇതിൽ ക്രീം കളറ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കോട്ടൺ സാരിയാണ്. അതിൻ്റെ മുന്താണി വന്നിട്ട് വലിയ ഡിസൈനൊന്നുമില്ല. ഇത് തന്നെയാണ് മുന്താണി. കുറച്ച് ഈ സാരി വന്നിട്ട് ഇത് പട്ട് സാരിയാണ്. പിന്നെ ഫ്ലവർ ടൈപ്പ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ബോർഡറിൽ ഇതാണ് ബോർഡർ. ഇത്രയേ ഉള്ളൂ ഡിസൈന്, ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. ഇത് മുന്താണിയുടെ പോർഷനിൽ മാത്രമേ ഡിസൈനുള്ളൂ. ഇത് വന്നിട്ട് ഒരു 2000 വെളിയിൽ പോകും. ഈ സാരി വന്നിട്ട് ഇത് സിൽക്ക് മിക്സ് കോട്ടൺ ആണ്. ഈ സിൽക്ക് മിക്സ് കോട്ടൺ ആയാൽ നമുക്ക് നനയ്ക്കാനും പറ്റും, നല്ലതായിട്ട് ഉടുക്കാം. അതാണ് ഞാൻ ഈ സാരികളൊക്കെ വാങ്ങിച്ചത്. നമുക്ക് ഡെയിലി യൂസിന് ഇല്ലാതെ പെട്ടെന്ന് പെയ്ഡായി പോവുകയില്ല, നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സിൽക്ക് മിക്സ് കോട്ടൺ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി. പല വയലറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, ഗ്രീന്
ഗ്രീൻ ആൻഡ് ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയ ബോർഡറാണ്. പിന്നെ സ്ട്രിപ്സ് ആണ്. സ്ട്രിപ്സ് ബോർഡർ ഇത് ഗോൾഡൻ കളറാണ്. ഈ സാരി വന്നിട്ട് ഇത് ഒരു സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ മൊത്തം സ്റ്റോൺ വർക്കാണ്. ഞാൻ ഈ ഉടുത്തേക്കും പോലത്തെ ഒരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ മജന്ത കളറാണ് ബ്ലൗസ്. ഇതിൽ വേറെ ഒരു ഡിസൈനും ഇല്ല, ഇത് മൊത്തം സ്റ്റോൺ വർക്കാണ്. ഇത് നേരിയത് മുണ്ടുമാണ്. ഇത് ബാലനാവരം കൈത്തറിയുടെയാണ്. ഇത് നല്ല വില കൂടിയതാണ്. നല്ല കസവാണ്. ഇത് ഒറിജിനൽ കസവാണ്. ഇതൊരു സിൽക്ക് സാരിയാണ്. ഇത് ഹാഫ് സാരി മോഡലാണ്. താഴ്ഭാഗം ചുവപ്പും മുകളിൽ ഇത് ഈ ഡിസൈനാണ്. മുന്താണി ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലാക്കും. ഇത് നമുക്ക് ബ്ലാക്ക് വന്നിട്ട് ഈ ബോർഡർ വെട്ടി പച്ച അടിക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ ബോർഡർ ഇങ്ങനെ വെട്ടി വെച്ച് ഇത്രയും ഭാഗം വെട്ടി വെച്ച് ബ്ലാക്ക് ബ്ലൗസിൽ ഇത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത് ബ്ലാക്ക് ബോഡി പാർട്ട് ബ്ലാക്കും കൈ വന്നിട്ട് ഈ റെഡും ഇങ്ങനെ ഇത് ഇത്രയും ഭാഗം എടുത്ത് കൈ വയ്ക്കുമ്പോൾ നല്ല ഭംഗി. ഇത് ബ്ലാക്ക് സാരിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇത് കോപ്പർ കളറാണ്. കോപ്പറാണ്. ഈ സാരി ഞാൻ തേച്ചില്ല. ഇത് ബ്ലാക്ക് കളറാണ്. ബോർഡർ വന്നിട്ട് കോപ്പർ കളറാണ്. ഇത് മുന്താണി വന്നിട്ട് ഈ ഡിസൈനാണ്. ഇങ്ങനെ വേറെ ഒരു ഡിസൈനുമില്ല, ഈ വരകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ബ്ലാക്ക് സാരി, എനിക്ക് ഒരുപാട് ബ്ലാക്ക് സാരികളുണ്ട്. പിന്നെ ഇത് കോട്ടണാണ്. വന്നിട്ട് ത്രെഡ് വർക്കുള്ള സാരിയാണ്. ഷിഫോൺ സാരി തന്നെ. ഇതിൽ ത്രെഡ് വർക്കാണ്. ഇതെനിക്കൊരു പ്രസൻറ്റ് തന്നതാണ്. ഇതിൽ വേറെ ഒരു ഇതുമില്ല. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ കളർ തന്നെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്ലൗസ് അടിച്ചതിന് ശേഷം എനിക്ക് ചെറിയ രീതിയിലൊക്കെ തയ്ക്കാൻ അറിയാം. എൻ്റെ ബ്ലൗസല്ല ഞാൻ തയ്ക്കും. ബ്ലൗസ് വെച്ചിട്ട് ഈ കയ്യിൽ പൈപ്പിംഗ് ആയിട്ട് ബ്ലാക്ക് വെച്ചപ്പോൾ ഇതിൽ നിന്നൊരു ഇത് പെട്ടെന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് നല്ല ഒരു രസമുണ്ട് കാണാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മൊത്തം പച്ചയായി പോകും. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് അടിച്ചിരിക്കുന്നത്. സാരി വന്നിട്ട് പോളിസ്റ്റർ പട്ടാണ്. ഇത് മെറൂൺ കളറാണ്. ഇതിന് മുന്താണി വന്നിട്ട് ഗോൾഡൻ ഡിസൈനാണ്. മുന്താണിയിലാണ് ഈ ഡിസൈൻ ഗോൾഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ ഡിസൈനുകൾ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ റെഡ് കളറും കയ്യിൽ ഈ ബോർഡറുമാണ്. ഇത് നമുക്ക് നനച്ചുപയോഗിക്കാം. ഈ സാരി വന്നിട്ട് ഷിഫോണാണ്. ബോട്ടം ഈ ഡിസൈനാണ്. ഇതിൽ ഈ വെൽവെറ്റും ഈ ക്രീം കളറുമായിട്ടുള്ള ബോർഡറാണ് ചെയ്തിരിക്കുന്നത്. ഇത് വച്ച് ഫിക്സ് ചെയ്തൊക്കെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഈ ബ്ലാക്ക് കളർ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഈ പ്ലെയിൻ ചോപ്പിൽ, ഇതിൻ്റെ പ്ലെയിൻ കളർ ചോപ്പിൽ ഇത് വെച്ച് ഫിക്സ് ഈ കൈ വെച്ചാൽ നന്നായി. ഈ സാരി വന്നിട്ട് ഇത് സിൽക്ക് ടൈപ്പ് സാരിയാണ്. ബോർഡർ വന്നിട്ട് ഗ്രീന് റെഡും വയലറ്റ് ബ്ലൂ ആണ്. വയലറ്റും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ്. ഇതിൻ്റെ മുന്താണി വയലറ്റും ബ്ലൂ ഒക്കെ മിക്സ് ആയ കളറാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇത് ഡബിൾ സൈഡ് സാരിയാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ റെഡും ഇവിടെ ഈ കളറുമാണ്. നമുക്ക് രണ്ട് സൈഡും കൊടുക്കാം. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബ്ലൗസ് തയ്ക്കാതെ
ഇതിന് ഞാൻ ഈ ഗ്രീൻ കളറ് ബ്ലൗസ് എടുത്തു. എനിക്ക് കുറച്ച് തയ്യലൊക്കെ അറിയാം. ഈ ഒരു വീട്ടമ്മയാകുമ്പം മെഷീൻ ചവിട്ടാനും ഒരു ബ്ലൗസ് തയ്ക്കാനൊക്കെ പഠിച്ചിരിക്കണം. ഞാൻ തയ്യൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ, തയ്യൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സ്ത്രീകളാകുമ്പം നമുക്ക് തയ്യലൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ ബ്ലൗസ് ഒന്ന് വലുതായി അതിനൊന്ന് ചെറുതാക്കണമെങ്കിൽ നമുക്ക് തയ്ക്കാൻ പഠിച്ചാലല്ലേ പറ്റും. ബ്ലൗസാ ഞാൻ അണ്ടർ സ്കർട്ടൊക്കെ തയ്ക്കാനൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു തുണി കിട്ടി നമുക്കൊരു അണ്ടർ സ്കർട്ട് അടിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിച്ചിരിക്കണ്ടേ. ഞാൻ അതിനുള്ള ആദ്യമായിട്ട് മെഷീൻ ചവിട്ടാനും പിന്നെ ഒരു ബ്ലൗസ് എങ്ങനെ ഒരു ബ്ലൗസിനെ ഞാൻ പൊളിച്ച് വേറൊരു ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി ഒരിക്കൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളത് കണ്ട് പഠിച്ചോളാം. നമുക്ക് ഒരു തയ്ക്കാൻ വേണ്ടി ഒരു ബ്ലൗസ് ഉണ്ട്, തയ്ക്കാൻ ആളില്ല എങ്കിൽ നമുക്കൊരു ബ്ലൗസ് തയ്ച്ചെടുക്കണ്ടേ. അതിനുള്ള അത് ഞാൻ നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ച് തരുന്നതാണ്. ഇതൊരു നേരിയ സാരിയാണ്. ഇത് മൊത്തം ഗോൾഡൻ വർക്കിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇത് വേറൊരു നേരിയ സാരിയാണ്. ഇത് റെഡ് കളറ് കരയുള്ളതാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇനി ഇത് വേറൊരു നേരിയ സാരി. ഇത് ബ്ലാക്കും ഗോൾഡനുമായിട്ട് മിക്സായ ബോർഡറാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇതൊരു നേരിയ സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇതൊരു വേറൊരു നേരിയ സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ ബ്ലാക്ക് കളറാണ്. പിന്നെ നോക്കട്ടെ അങ്ങനെ ഈ സാരി വന്നിട്ട് ഇത് ബ്ലൂ കളർ സാരിയാണ്. പിങ്ക് ബ്ലൂ ആണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. പക്ഷേ ഇതിൻ്റെ വില കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഇത് 250 രൂപയുള്ളൂ ഇതിൻ്റെ വില. ഇതെനിക്ക് ഞാൻ തുണിക്കടയിൽ കയറിയപ്പം ഇങ്ങനെ ഇട്ടേക്കണ കണ്ട് ഞാൻ എടുത്തതാണ്. നല്ല സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസാണ് ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. എനിക്ക് ഈ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ സാരി വന്നിട്ട് ഇതൊരു ത്രെഡ് വർക്കിൻ്റെ ഒരു സാരിയാണ്. ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡിസൈനുള്ള വൈഡായിട്ടുള്ള ബോർഡറാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ കളറാണ്. ഈ സാരി വന്നിട്ട് ഇത് ബ്രൂഷോ സാരിയാണ്. മൊത്തം ബ്രൂഷോ ടൈപ്പാണ്. ഇത് ഫുള്ള് ഡിസൈനാണ്. ബോർഡർ വന്നിട്ട് ബോർഡർ ഇതാണ്. മുന്താണി വന്നിട്ട് ഇതാണ്. ഇത് വേറെ ഇതൊന്നുമില്ല. ഇതിൽ വന്നിട്ട് ഈ ബ്ലൂ കളർ ബ്ലൗസ് നന്നായിരിക്കും. ഈ സാരി വന്നിട്ട് ഇതൊരു പോളിസ്റ്ററാണ്. പോളിസ്റ്റർ മിക്സ് പട്ട് പോലത്തെയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാണ്. മുന്താണി വന്നിട്ട് സ്ട്രിപ്സാണ്. സ്ട്രിപ്സ് ഇതാണ് മുന്താണി സ്ട്രിപ്സ്. ബ്ലൗസ് വന്നിട്ട് ഈ പ്ലെയിൻ കളർ ഇതാണ് ബ്ലൗസ്. പിന്നെ ഈ സാരി വന്നിട്ട് വയലറ്റാണ്. വയലറ്റും ഇതാണ് വൈഡായിട്ടുള്ള ബോർഡറാണ്. ഇതിൽ പീകോക്കിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലൗസ് ഈ ടൈപ്പ് തന്നെ. ഈ സാരി വന്നിട്ട് ഇത് നേവി ബ്ലൂ ആണ്. ഇതിൻ്റെ ബോർഡർ ഈ മാങ്ങയുടെ ടൈപ്പ് ഡിസൈനാണ്. മുന്താണി വന്നിട്ട് ഇതാണ്. ബ്ലൗസ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. ഈ സാരി വന്നിട്ട് ഇത് മജന്ത ഗോൾഡൻ കളറിലെ ബോർഡറും ഇത് ഡിസൈൻ. ഇത് കോട്ടൺ ആണ്. ഇത് സിമ്പിൾ സാരിയാണ്. ബോർഡർ വന്നിട്ട് ഈ ഡിസൈനാണ് ബോർഡറായിട്ട്. ഇതാണ് ബോർഡർ വന്നത്.
ഈ സാരി വന്നിട്ട് ഇത് കോട്ടൺ ആണ്. ഇതിൽ സ്റ്റോൺ വർക്ക് ഉണ്ട്. ലീഫിൻ്റെ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ബോർഡർ വന്നിട്ട് ഇത് സ്റ്റാറിൻ്റെ ഡിസൈനും ഗോൾഡനും ഈ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണിയായിട്ട്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ബ്രൗൺ കളറിൽ ഇതാണ് ബ്ലൗസ്. ഇത് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് സീക്വൻസ് ആണ് ഇതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഷിഫോണാണ്. ഈ സാരി വന്നിട്ട് പോളിസ്റ്റർ മിക്സ് ആണ്. ഇത് വന്നിട്ട് ഹാഫ് സാരി മോഡലാണ്. മുന്താണി വന്നിട്ട് ഇത് മഞ്ഞളിൻ്റെ കളറാണ്. ഇത് ഇവിടെ ബോഡി പാർട്ടിൽ ഇതാണ് വന്നത്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ വർക്കുണ്ട്. ഇനി ഈ സാരി വന്നിട്ട് ഇത് എംബ്രോയിഡറി വർക്കാണ്. സൈഡിൽ ഈ ഗോൾഡൻ കളറിൽ വെച്ച് ഫിക്സ് ചെയ്തൊക്കെയാണ്. ഇത് പോളിസ്റ്റർ പട്ടാണ്. ഈ സാരി വന്നിട്ട് ഇത് കോട്ടൺ ആണ്. പട്ട് സാരി പോലെ ഡിസൈൻ ചെയ്തൊക്കെയാണ്. മുന്താണി വന്നിട്ട് ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ വർക്കുണ്ട്. ഇത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇതിൽ ഈ ബോർഡറാണ് ബ്ലൗസ്. ഈ സാരി വന്നിട്ട് ഇത് പോളിക്കോട്ടയാണ്. ഇത് എൻ്റെ അമ്മ എനിക്ക് തന്ന സാരിയാണ്. ഞാൻ ഇതൊരു നിധി പോലെ സൂക്ഷിക്കുന്നത്. ഇത് പോളിക്കോട്ട സാരിയാണ്. പിന്നെ മുന്താണി വന്നിട്ട് ഈ ഡിസൈനാണ്. ഇതിന് ബ്ലാക്ക് കളറ് ബ്ലൗസിലാണ്. ഈ സാരി വന്നിട്ട് പോളിസ്റ്റർ സാരിയാണ്. സൈഡിൽ മിനിക്കിൻ്റെ ടൈപ്പിലുള്ള ഡിസൈൻ ചെയ്തേക്കാണ്. മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണിയായിട്ട്. ഈ സാരി വന്നിട്ട് ഇത് സൈഡിൽ കോപ്പർ കളറിലുള്ള ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ഡിസൈനാണ്. ഇത് മജന്ത കളറാണ്. ഇത് വന്നിട്ട് ഓറഞ്ചും ലൈറ്റ് ഗ്രീനുമാണ്. ഇതിൽ ഈ ലീഫിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടണാണ്. ഈ സാരി വന്നിട്ട് ഷിഫോൺ സാരിയാണ്. ഇത് സിമ്പിൾ സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇത് ലാവൻഡർ കളറാണ്. ഇത് വന്നിട്ട് മജന്ത കളറാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഗ്രീൻ കളറാണ്. ഇതാണ് ബോർഡർ. ബ്ലൗസ് വന്നിട്ട് ഗ്രീനാണ്. ഈ സാരി വന്നിട്ട് ഗ്രീൻ കളറാണ്. ഇത് പ്ലെയിൻ ആണ്. പ്ലെയിൻ സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസും ഇത് തന്നെയാണ്. ഈ സാരി വന്നിട്ട് വയലറ്റും ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ആയ ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാണ്. ഇതിന് ഞാൻ ഈ യെല്ലോ കളറ് ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാരി വന്നിട്ട് ഇത് പോളിസ്റ്റർ സാരിയാണ്. ഇതിൻ്റെ മുന്താണി ത്രെഡ് വർക്കാണ് ചെയ്തേക്കണം. മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണിയായിട്ട്. ഇതെല്ലാം ത്രെഡ് വർക്കാം. ഈ സാരി വന്നിട്ട് ഇത് മിനുക്കാണ്. മിനുക്ക് ഷിഫോൺ സാരിയിൽ മിനുക്ക്
ഇതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം ഇത് വച്ചടിച്ചതാണ്. ഈ സാരി വന്നിട്ട് ബ്ലാക്ക്, ഇതിൽ ത്രെഡ് വർക്കായിട്ട് നെറ്റിൽ ത്രെഡ് വർക്ക് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്തൊക്കെയാണ്. സൈഡിൽ ഈ ഗോൾഡൻ കളർ ബോർഡറും. ഇതിൽ വേറെ ഒരു ഇതുമില്ല. പോളിസ്റ്റർ സാരിയാണ്, ബ്രൗൺ കളർ പോളിസ്റ്റർ സാരിയാണ്. മുന്താണി വന്നിട്ട് ഇത് മൊത്തം ഈ മിനുക്കായിട്ടുള്ള ഇതുകൊണ്ട് വർക്ക് ചെയ്തൊക്കെയാണ്. ഒരു ചെടിയുടെ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ പ്ലെയിൻ കളറാണ്. ഈ സാരി വന്നിട്ട് ഇതൊരു പട്ട് സാരിയാണ്. ബോർഡർ വന്നിട്ട് ഇതാണ്. മുന്താണി വന്നിട്ട് സിമ്പിളായിട്ടുള്ള മുന്താണിയാണ്. സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതെല്ലാം ത്രെഡ് വർക്കാണ്. ഇതൊരു ഷിഫോൺ സാരിയാണ്. ഇത് ബ്ലൂ ബോർഡർ വന്നിട്ട് യെല്ലോയോ ആണ്. ഇതിൽ മൊത്തം സീക്വൻസും സ്റ്റോണും വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെയാണ് മുന്താണി. ഒരു ശലഭത്തിൻ്റെ രീതിയിലാണ് മുന്താണി ചെയ്തിരിക്കുന്നത്. ഈ സാരി വന്നിട്ട് ഇതൊരു പട്ട് സാരിയാണ്. ഇതിൻ്റെ മുന്താണി ഇതാണ്. ഇതൊരു ക്രീം കളറ്. ഇതൊരു പോളിസ്റ്റർ മിക്സ് സാരിയാണ്. ഇതിൽ എന്താ ഡിസൈൻ പീക്കോക്കിൻ്റെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ പീക്കോക്കിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ സൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2002 വാങ്ങിച്ച സാരിയാണ്. ഒരുപാട് പ്രാവശ്യം നനച്ച് ഉടുത്തതാണ്. ഇതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് നല്ലൊരു സാരിയാണ്. പിന്നെ ഈ വീഡിയോ എൻ്റെ സാരി കളക്ഷൻ. ഈ വീഡിയോ ഇത്തിരി ലെങ്തിയാണ്. നിങ്ങളെല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം.